അങ്ങനെ സ്കൂളൊക്കെ തുറന്നു, നമ്മുടെ പഴയ റൊട്ടീനിങ് തിരിച്ചു വന്നു. അപ്പോൾ ഇതാ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ലഞ്ചൊന്നും വേണ്ട, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കാണാം കേട്ടോ. നല്ല പൂ പോലത്തെ ഇടിയപ്പവും നല്ല ടേസ്റ്റ് ആയിട്ടൊരു മട്ടൻ കറിയുമാണ് ഇന്ന് വെക്കുന്നത്. മട്ടൻ കൊണ്ടോ ബീഫ് കൊണ്ടോ വെക്കാൻ പറ്റുന്ന, ചിക്കൻ കൊണ്ടോ വെക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറി. അപ്പോൾ ആദ്യം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇന്നിപ്പം മക്കൾക്ക് സ്കൂൾ തുറന്നിട്ടുള്ള ഡേ 1 ആണ്. അപ്പോൾ ഇന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ ഇടിയപ്പത്തിനുള്ള വെള്ളം, ഇടിയപ്പം വാട്ടാനുള്ള വെള്ളം ഒന്ന് ഇടിയപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടനൊന്ന് ഞാനിതാ വെള്ളത്തിലൊന്ന് ഐസ് പോകാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, നല്ല വെളിച്ചെണ്ണ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തേ. ഇനി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിന് വാട്ടിയെടുക്കാം. ഇനിയിപ്പം കണക്ക് പറയുകയാണെങ്കിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, വറുത്തരിപ്പൊടിക്ക് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മാവ് തേച്ചെടുത്തിട്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു തവി കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ കൈ കൊണ്ടൊന്നും ഞാൻ കുഴക്കത്തില്ല കേട്ടോ. അങ്ങനെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തട്ടിലേക്കൊക്കെ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഒന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇടിയപ്പം തേങ്ങ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ മക്കൾക്ക് തേങ്ങ ഇടുന്ന ഇടിയപ്പം ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷെ രാവിലെ നേരെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തേങ്ങ ഒന്നും ഇടാതെ അങ്ങ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കാരണക്കാരൻ ഇവനാണ് കേട്ടോ, ഈ ഒരു ഇടിയപ്പം മേക്കർ. ഈ ഒരു ഇലക്ട്രിക് ഇടിയപ്പം മേക്കർ മേടിച്ചാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. നമുക്കിങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞ് ചുറ്റിച്ചെടുക്കുന്ന ആ പാടൊന്നുമില്ല. ഇതിലോട്ട് കുറച്ച് മാവങ്ങ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി. ആ ഫോർവേഡ് എന്ന് ഞെക്കുമ്പോഴത്തേനുമാണ് കേട്ടോ ഇത് ഇടിയപ്പം ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് വീഴുന്നത്. ഭയങ്കര നൈസാണ് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ നൂല്. അതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇടിയപ്പം. അപ്പം നൂല് വലുതാകുന്നതിനും ചെറുതാകുന്നതിനും ഒക്കെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നേരത്തെ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ നൂലായിരുന്നേ. ഈ ചെറിയ നൂലുണ്ടാക്കാൻ തുടങ്ങിയപ്പം ഇടിയപ്പത്തിന് തന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇടിയപ്പം എല്ലാം ഞാൻ 3 തട്ടിലും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ മുകളിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ഇടിയപ്പം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടിയപ്പത്തിന് വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം എടുത്തിട്ട് വേണം ഈ ഒരു തട്ട് മുകളിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കാൻ. എന്നാലേ ഉള്ളൂ നല്ല ആവി മുകളിലോട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളേ. അപ്പോൾ ഈ ഇടിയപ്പം അങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. സവോള 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചതച്ചെടുക്കണം, സവോള അരിഞ്ഞു കൊടുക്കണേ. സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഈ 2 സവോള ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. ഇത്ര സ്പീഡൊന്നും എനിക്കറിയാനില്ല കേട്ടോ, ഞാൻ സ്പീഡിലങ്ങ് വീഡിയോ കാണിച്ചതാണ്, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ 2 സവോള അരിഞ്ഞെടുത്ത് ഉള്ളി ഒന്ന് ചതച്ച് കൊടുക്കണേ. ആദ്യം കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് മട്ടൻ കറി വയ്ക്കുന്നത്, അപ്പം വേവാനായിട്ട് എളുപ്പമുണ്ടല്ലോ. കുക്കർ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവോളയാണ് ഇടുന്നത്. മസാലയൊന്നും ഞാൻ ഇടുന്നില്ല. ഗരം മസാലയൊക്കെ ഇവിടെ പൊടിച്ചതായതുകൊണ്ട് തന്നെ നല്ല ഗരം മസാലയാണ്. വേറെ സെപ്പറേറ്റ് സ്പൈസസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. കടയിൽ നിന്നൊക്കെ മേടിച്ച ഗരം മസാല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ പുറകെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് സവോള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സവോള ഇട്ട് കൊടുത്തു, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ സവോള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടിക്കിട്ടട്ടെ. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് അതൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ പച്ചമുളക് ഈ ചതച്ചിടുവാണെങ്കിൽ ഒരു 2ഓ 3ഓ ഒക്കെ എടുത്താൽ മതി, അല്ലെ ഭയങ്കര എരിവായിരിക്കുമേ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ചതയ്ക്കാനായിട്ട്. ഞാൻ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കർ ഇതുപോലെ അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഇങ്ങ് എടുത്തു വയ്ക്കാവേ. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്ത് കുറച്ച് പേടിയാണ്. ഞാൻ പയ്യെ എടുക്കത്തുള്ളൂ. ഗ്യാസ് ഓഫാക്കിയിട്ട് പതുക്കെ ഞാൻ എടുത്തു വയ്ക്കാറുള്ളൂ. കുറച്ചുകൂടെ ചൂടാറിയിട്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ സമയം പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു കാസറോൾ ഇട്ടിട്ട് അങ്ങ് അടച്ച് വയ്ക്കുക. ചെറിയ ചൂടോടെ അവിടെ ഇരുന്നോളുമല്ലോ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് സെക്കൻഡ് ബാച്ചും കൂടെ ഇടിയപ്പം പെട്ടെന്നൊന്ന് പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. 2 എണ്ണം ഉള്ളായിരുന്നേ. 2 എണ്ണം ചുറ്റിക്കാനുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. നമുക്ക് രാവിലെ തന്നെ അത് ധാരാളമാണ് കേട്ടോ. പിന്നെ ഞാൻ മട്ടൺ കഴുകിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വീതം പൊടികൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ, തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കുന്നതുകൊണ്ട് പൊടികൾ ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി,
ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. കുരുമുളക് പൊടി ഗരം മസാലയും കുറച്ച് കൂടുതലിടണം കേട്ടോ, അതിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് കിട്ടേണ്ടത്. പൊടികളിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തക്കാളി നേരത്തെ ഇടുകയാണെങ്കിൽ ഒരുപാട് വാടിപ്പോയിട്ട് തക്കാളിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. അതുകൊണ്ടാണ് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഇടുന്നത്. തക്കാളിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മട്ടൺ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇളക്കി കൊടുക്കാം. ഇനി ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ വെള്ളം കറക്റ്റാണ്, പിന്നെ മട്ടണിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇതാ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വീണ്ടും ചൂടല്ല ഒരുവിധം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ എനിക്ക് ഉപ്പ് പോരാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഓരോ മട്ടനും ഓരോ വേവായിരിക്കും, അപ്പോൾ അതനുസരിച്ച് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വരെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയേ. മട്ടൻ അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ സാധാരണ നമ്മൾ വറുത്തരയ്ക്കുന്ന പോലെ ഒരുപാട് മൂപ്പിക്കണ്ട കേട്ടോ, എന്നാലും ചെറുതായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. തേങ്ങ അരമുറി തേങ്ങ ഉണ്ടായിരുന്നു, അത് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ തേങ്ങയും ഒരുപോലെ കിട്ടുവേ. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനും എളുപ്പമുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തു. അതിലേക്ക് ചെറിയുള്ളി 2-3 അരിഞ്ഞത്, പെരിഞ്ചീരകമില്ലേ വലിയ ജീരകം, അതൊരു 1/2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തേങ്ങ അത് നന്നായിട്ട് വറുത്തെടുത്തു. ഇത് ഈ ഒരു കളറാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ഇത്രയും മതിയാവും കേട്ടോ. ഇരുമ്പ് ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുവേ. തേങ്ങ വറുക്കാനൊക്കെ ഇരുമ്പ് ചീൻചട്ടിയാണ് നല്ലത്. അപ്പോൾ അത് തേങ്ങ വറുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലെ കുറച്ച് വെള്ളം കൂടി വെച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി നമ്മുടെ കറി വെന്ത് കിടപ്പുണ്ടായിരുന്നേ മട്ടന്, അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരപ്പിട്ട് കൊടുത്തു. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തു. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അരപ്പിടുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇളക്കി കൊടുത്ത് ഒരു 3-5 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കരുത്, തിളയ്ക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറി ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയാൽ. നെയ്ച്ചോറിനും അടിപൊളിയാണേ. അപ്പോൾ ഇതാ മട്ടൻ കറി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മട്ടൻ കൊണ്ടോ ചിക്കൻ കൊണ്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളിവിടെ ചിക്കൻ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ ആകുമ്പം ഞാൻ തേങ്ങ ഇത്രയും അങ്ങ് വറുത്തെടുക്കത്തില്ല കേട്ടോ, ഇത്ര അങ്ങ് മുപ്പിക്കത്തില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കത്തുള്ളേ. അങ്ങനെ കറിയൊക്കെ റെഡിയായി മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവരിന്ന് പതിവിലും നേരത്തെയാണ് കേട്ടോ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ 2 പേരും എഴുന്നേറ്റു, നേരത്തെ തന്നെ റെഡിയായിട്ട് അവർ വണ്ടി കാത്ത് നിൽക്കുകയാണ്. സാധാരണ അവരെ വണ്ടിക്കാർ വന്ന് അവരെ കാത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവർ വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് വെളിയിലിറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോ വന്നു, അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇതാ ചൂടോടുകൂടി തന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനൊരു 2 ഇടിയപ്പം എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം ഇതാ മട്ടൻ കറിയും കൂടെ കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മട്ടൻ കറിയും അതുപോലെ തന്നെ ഈ ഒരു ഇടിയപ്പവും. ബീഫ് കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല എല്ലും നെയ്യും അതുപോലെ അങ്ങനത്തെ പീസുകളൊക്കെ ഉള്ള ബീഫ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.